നമ്മളാണെങ്കിൽ ഇത് ഇന്ന് പോകുന്ന ആ ഒരു പാറയിലാണ് കേട്ടോ. ഇത് ഈ ആദ്യം കാണുന്ന പാറയല്ല, അങ്ങ് ദൂരെ കാണുന്ന പാറ. ഞാൻ ജസ്റ്റ് ഒന്ന് ചെറുതായി സൂം ചെയ്യാം. എവിടെയാണെങ്കിൽ കുറേ ജീപ്പൊക്കെ നിർത്തിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയാൻ പാടില്ല. അവിടെയാണ് കേട്ടോ ഇന്ന് പോകുന്നത്. ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ തമ്മിൽ കണ്ട പോലെ തന്നെയാണെങ്കിൽ നമ്മളാണെങ്കിൽ ഇവിടെ ഞാനാണെങ്കിൽ ഇപ്പോൾ ഉള്ളത് മറയൂരാണ് കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ കസിൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടെ കൂടിയിട്ടാണെങ്കിൽ ഇവിടെ തൊട്ടടുത്തായിട്ട് മുരുകമ്പാറ എന്ന് പറയുന്ന ഒരു പാറയുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് അങ്ങോട്ടേക്കാണ് പോകുന്നത്. എല്ലാവരും ദേ ഇവിടെ ഉണ്ട്. അപ്പോൾ എല്ലാവരും കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ സ്കിപ്പ് അടിക്കാണ്ട് മുഴുവനായിട്ട് തന്നെ ഇരുന്ന് കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ലൈക്കും കൂടെ അടിച്ചേക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാനാണെങ്കിൽ ഇൻട്രോ എടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ചുമ്മാ ഒന്ന് മാറിയെന്നാണ് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാവരെയും കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കസിൻസിൻ്റെ വീട്. അപ്പോൾ നമ്മളാണെങ്കിൽ ഇതേ വീഡിയോ എടുത്ത് ആദ്യം തന്നെ വന്നപ്പോൾ കണ്ടത് ഇതേ ശംഖുവിനെയാണ് കേട്ടോ. ഇനി ബാക്കിയുള്ളവരെ വഴിയെ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇത് ഏത് സമയം മേക്കപ്പ് ഇട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാൾ. ആ ബാക്കിലിരിക്കുന്ന ആൾ ഇച്ചിരി ഗൗരവത്തിലൊക്കെ ആണ് കേട്ടോ. നാളെ തിരിച്ച് നാട്ടിലേക്ക് പോവാ, അതിന്റെ ഒരു ഗമ. ക്യാമറയുടെ പുറകിൽ നിൽക്കുന്നതിനും കുറച്ച് ഗമയുണ്ട്. ഞാൻ തിരിച്ചു എന്തേ പറഞ്ഞേ? നിന്റെ പേരെന്നാ പറഞ്ഞേ? ദൃശ്യ. കുഞ്ചമ്മ എന്ന് വിളിച്ചാൽ മതിയോ? പിന്നെ നിങ്ങൾക്കാണെങ്കിൽ ഇതിനെ അറിയാലോ, ഒന്ന് നോക്കിയടി. പിന്നെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല, അറിയാത്തവർക്ക് വേണ്ടി ഒന്നും പറയാം. നീ എവിടെ വന്ന മരഭൂതമേ? അവളെ വീഡിയോ അലമ്പാകാൻ വന്നു കൊരങ്ങന്റെ രീതി. ഇവരുടെ വീടിന്റെ ബാക്ക് സൈഡിലായിട്ട് നല്ല അടിപൊളിയാണ് കേട്ടോ. ഫുള്ള് കരിമ്പ് കൃഷി ഞാൻ കാണിച്ചു തരട്ടെ. മൊത്തം കരിമ്പ് കൃഷി ചെയ്ത സ്ഥലം ഞാൻ കാണിച്ചു തരാം. ഇവിടെ കാണുന്നതാണ് വീട്. വീടിന്റെ ബാക്ക് സൈഡിലായിട്ടാണ് കേട്ടോ കരിമ്പ് കൃഷി. അപ്പൊ നമുക്ക് ഇതേ പയ്യെ അങ്ങോട്ടേക്ക് പോവാം കേട്ടോ. അടുത്ത ആള് ഒരുങ്ങി എത്തിയിട്ടുണ്ട്. ഇവിടെ ഇഷ്ടം പോലെ പിള്ളേരുണ്ട്. ഒരു നേഴ്സറിയിലേക്ക് എടുക്കാനുള്ള പിള്ളേർ ഇവിടെ ഉണ്ട്. ഇഷ്ടം പോലെ പിള്ളേരുണ്ട്. അതുകൊണ്ട് വൈബാണ് കേട്ടോ. നമ്മളാണെങ്കിൽ ഇത് ഇന്ന് പോകുന്ന ആ ഒരു പാറയിലാണ് കേട്ടോ. ഇത് ഈ ആദ്യം കാണുന്ന പാറയല്ല, അങ്ങ് ദൂരെ കാണുന്ന പാറ. ഞാൻ ജസ്റ്റ് ഒന്ന് ചെറുതായി സൂം ചെയ്യാം. എവിടെയാണെങ്കിൽ കുറേ ജീപ്പൊക്കെ നിർത്തിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയാൻ പാടില്ല. അവിടെയാണ് കേട്ടോ ഇന്ന് പോകുന്നത്. അപ്പോൾ ഇത് എല്ലാവരും ഒരുങ്ങി സെറ്റായി വന്നിട്ടുണ്ട്. എന്നിട്ട് എന്ത് ഇവളുടെ ലിപ്സ്റ്റിക്കറിൽ ഇതുവരെയായിട്ടും കഴിഞ്ഞിട്ടില്ല, അതിപ്പോഴും കൈ പിടിച്ച് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്കിനി നേരെ അങ്ങോട്ട് പോയേക്കാം. ഗൈസ്, അപ്പോൾ ഞങ്ങളാണെങ്കിൽ ആ ഒരു പാറയുടെ തൊട്ട് താഴെയായിട്ടൊരു സ്കൂളുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളാണെങ്കിൽ ഈ ഒരു സ്കൂളിൻ്റെ ഈ ഒരു വഴിക്കാണ് പോകുന്നത്. വണ്ടിയൊക്കെ ജീപ്പാണ് എന്തായാലും ആ മലയിലേക്ക് കയറി പോകുള്ളൂ. അപ്പോൾ നിങ്ങൾ ജീപ്പിനൊക്കെയാണ് പോകുന്നതെങ്കിൽ അത് വേറെ വഴിക്കായിരിക്കും പോകുള്ളൂ. ഞങ്ങളാണെങ്കിൽ എളുപ്പത്തിന് വേണ്ടി ഈ ഒരു സ്കൂളിൻ്റെ ബാക്ക് സൈഡിൽ കൂടെയാണ് കേട്ടോ പോകുന്നത്. ഗൈസ്, അപ്പോൾ ഇതാണ് കേട്ടോ ആ ഒരു സ്കൂളിൻ്റെ ബാക്ക് സൈഡ്. അപ്പോൾ നമുക്കാണെങ്കിൽ ഇനി ഇവിടെ നിന്നാണെങ്കിൽ ആ ഒരു കാണുന്ന ഒരു പാറ ഫുള്ള് നമുക്കിനി കയറാനുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ ഫ്രണ്ടിൽ തന്നെ എൻ്റെ അനിയത്തിയും കുഞ്ചിയമ്മയും കൂടെ ഓടിയിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ ഞാനാണെങ്കിൽ ഇത് വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ രണ്ടെണ്ണങ്ങൾ ഇവിടെ കിടന്ന് കാണിക്കണ കണ്ടില്ലേ ഗൈസ്? ഗൈസ്, അപ്പോൾ ആ രണ്ടെണ്ണങ്ങളാണെങ്കിൽ അവിടെ കിടന്ന് മാങ്ങപറി ചെളിക്കുത്ത് കളിക്കട്ടെ. അപ്പോൾ നമുക്ക് എന്തായാലും പയ്യെ മേളിലേക്ക് കയറി പോകാം കേട്ടോ. ഗൈസ്, അപ്പോൾ നമ്മളാണെങ്കിൽ ഇതേ ടോപ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കാണെങ്കിൽ ഇത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മറയൂരും കോവിൽക്കടവും ഒക്കെ നമുക്ക് ഈ മേളിൽ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും. നല്ല അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ തന്നെയാണ് നമുക്കിത് ഇവിടെ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് കേട്ടോ വന്ന് ജീപ്പൊക്കെ അതേ തിരിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഞാനാണെങ്കിൽ ഇത് എൻട്രൻസ് കാണിച്ചു തരാം. ജീപ്പൊക്കെ എവിടെ നിന്നാണ് കയറി വരുന്നതെന്നുള്ളതും കാണിച്ചു തരാം. അപ്പോൾ ഇത് ഇവിടെ വന്നിട്ടാണ് ആ ഒരു ജീപ്പുകാർ തിരിച്ചുകൊണ്ട് പോകുന്നത് വീണ്ടും താഴത്തേക്ക്. അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ ഇരച്ചിൽപ്പാറ വാട്ടർഫാൾസ്. ഇപ്പോൾ ആണെങ്കിൽ ആ ഒരു വാട്ടർഫാൾസിലാണെങ്കിൽ വെള്ളമൊന്നും ഇല്ല കേട്ടോ.
ഗൈസ് അപ്പോൾ ദേ ഇതാണ് കേട്ടോ നമ്മുടെ മുരുകന്മലയിലുള്ള അമ്പലം. ഗൈസ് അപ്പോൾ നമ്മളാണെങ്കിൽ ഇതേ ഇവിടെ വന്നു കഴിഞ്ഞാലാണ് നമുക്ക് ആ ഒരു തിരക്ക് നമുക്ക് മനസ്സിലാവുള്ളൂ. ഇഷ്ടം പോലെ ജീപ്പുകളാട്ടോ ഇവിടെ വന്നേക്കുന്നത്. ഗൈസ് അപ്പോൾ ഈ കല്ല് വെച്ച് മൂടി വെച്ചേക്കണതിനാണ് കേട്ടോ മുനിയറ എന്ന് പറയുന്നത്. ഗൈസ് അപ്പോൾ ആ ഒരു ജീപ്പൊക്കെ വന്നെ കണ്ടില്ലേ ഗൈസ്, കാണാനൊക്കെ എന്താ അടിപൊളിയാണ്, നിങ്ങൾ നോക്കിയേ. ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പോൾ നല്ല മഴ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെയുള്ള എല്ലാവരും പോയി, ഫുൾ ജീപ്പും എല്ലാം പോയി. ഇപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന തിരക്ക് ആരും ഇല്ല. ഇപ്പോൾ ഇവിടെ എല്ലാവരും പോയി. നല്ല മഴ വന്നിട്ടുണ്ട് കേട്ടോ ഗൈസ്. നല്ല അടിപൊളി മഴ അവിടെ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.